നമസ്കാരം. ഇത് കാമുകൻ ചതിച്ച് അവസാനം വേശ്യയായി മാറിയ ഒരു പെണ്ണിൻ്റെ കഥയാണ്. എല്ലാ പ്രേമവും സക്സസ് ആകില്ല. പ്രേമമൊക്കെ പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പിന്നെ പ്രേമത്തിൻ്റെ മധുരമൊക്കെ കഴിഞ്ഞു തുടങ്ങും. പിന്നെ റിയാലിറ്റിയാണ്. അപ്പം പിന്നെ വേണ്ടത് പണമാണ്. ഈ വേലയും കോലി ഇല്ലാത്തവനൊക്കെ പ്രേമിച്ച് കെട്ടി എന്ത് ചെയ്യാനാണ്? അപ്പം ഈ പെൺകുട്ടി അത്യാവശ്യം ഡിഗ്രി കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. നല്ല കാണാൻ അതിസുന്ദരി. അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ വീട്ടുകാർ പല ആലോചനകളുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞ ജോലി കിട്ടിയിട്ട് മതി. അപ്പോൾ വീട്ടുകാർ പറഞ്ഞ ജോലി കിട്ടാൻ പിന്നെ ശ്രമിച്ചൂടെ, നല്ലൊരു വിവാഹം നമുക്ക് നടത്താം. പക്ഷേ ഇവളൊരു പ്രേമത്തിൽ പെട്ടിട്ടുണ്ട്, ആ നാട്ടിലത്തെ തന്നെ ഒരുത്തൻ. അപ്പോൾ ഇവനെ പറ്റി എല്ലാവരും വീട്ടിലറിയും. പക്ഷേ ഇവർ തമ്മിൽ പ്രേമമുള്ളത് ലാസ്റ്റാണ് വീട്ടുകാരറിയുന്നത്. അപ്പോൾ പ്രേമം ക്ലൈമാക്സിലെത്തി നിൽക്കുക. അപ്പോൾ ഇവള് പറഞ്ഞ് ഞാൻ ഇന്ന ആളായിട്ട് പ്രേമമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു നീ അവനെ നിനക്ക് കണ്ടുള്ളൂ, അവനെന്തേലും പണിക്ക് പോലുണ്ട്, അവനില്ലാത്ത ദുശീലങ്ങളില്ല, അവൻ മദ്യപിക്കും, അതേപോലെ കഞ്ചാവ് വലിക്കലുണ്ട്, ഒരു മോശം ക്യാരക്ടറാണ്. അപ്പോൾ ഇവള് തിരിച്ച് ചോദിക്കുകയാണ്, ഇതൊക്കെ ഇല്ലാത്ത ആരാ? അതൊക്കെ ഞാൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും, അയാൾക്ക് നിയന്ത്രിക്കാൻ ആളില്ലാത്ത കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ്. അത് വെറുതെ ഒരു പെണ്ണ് വിചാരിച്ചാലൊന്നും ആൾ കൺട്രോൾ ആവില്ല. പക്ഷെ അവൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇവൻ ചക്രവാക്കൊക്കെ പറഞ്ഞ് അവളെ മയക്കി. എങ്ങനെയായാലും വീട്ടുകാർ അറിഞ്ഞിട്ടുള്ളൊരു കല്യാണം നടക്കില്ല സമ്മതത്തോടുകൂടി. അപ്പം ഇവൻ്റെ വീട്ടിൽ പറയത്തൊക്കെ ആയിട്ട് ആരുമില്ല, അച്ഛനമ്മയൊക്കെ മരിച്ചതാണ്. പിന്നെ ഉള്ളതൊക്കെ സഹോദരങ്ങൾ ഇവരൊക്കെയാണ്. അപ്പം അവരും ഇവനെ എഴുതി തള്ളിയതാണ്. വീട്ടിൽ വലിയ വകുപ്പില്ല. അങ്ങനെ കല്യാണം നിശ്ചയം പൊടി പൂരായിട്ട് പെണ്ണിന് നടക്കുമ്പോൾ ഇവൻ ഇവളെയും കൊണ്ട് പോയി. ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്ത്. രണ്ടാളും പ്രായപൂർത്തിയായ ആൾക്കാർ, ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല. പിന്നെ വീട്ടുകാർ വിചാരിച്ച അവരായി അവരുടെ പാടായിന്ന്. അങ്ങനെ ഇവളെയും കൊണ്ട് കുറച്ച് വലിയ ദൂരത്തൊന്നുമല്ല പോയിട്ട് ഒരു വാടക വീടൊക്കെ എടുത്ത്. ഇവളുടെ കൈമേ 2 വളയും ഒരു മാലയൊക്കെ ഉണ്ടായി. തൽക്കാലം അതൊക്കെ കൊണ്ട് പിടിച്ച് നിന്ന് ഇവനെന്തെങ്കിലും ഒരു പണിക്ക് പോകണം. അങ്ങനെ ചെറിയൊരു കടയിലൊക്കെ പണിയൊക്കെ തരപ്പെടുത്തി. പക്ഷേ ഇവൻ്റെ ക്യാരക്ടർ ഇതാണല്ലോ, മദ്യപാനം, ഇങ്ങനത്തെ പരിപാടിയും കഞ്ചാവും ഉണ്ട് ഇവന്. അങ്ങനെ പണിക്ക് കൃത്യമായിട്ട് പോകാണ്ടായി വീട്ടിലിരിക്കാൻ തുടങ്ങി. വീട്ടിലെന്ന് പറഞ്ഞാൽ പുതുമണവാളിനും മണവാട്ടിയല്ലേ, മധുവിധുരാവുകൾ, പകലും രാത്രിയും പരിപാടിയും. അതിൻ്റെയൊക്കെ രസം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റിയാലിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നു, വാടക പെൻഡിങ്ങായി. അപ്പോൾ ഇവന് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വൈകൃതം, ഇവിടെ സെക്സ് പുസ്തകങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുക. എന്നിട്ട് അവസാനം ഒരു ദിവസം ഒരാളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നത് എന്തെന്ന് പറഞ്ഞാണ്, ഇവന് സെക്ഷലായിട്ട് കഴിവില്ല, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ പെണ്ണിന് സെക്സിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഇവള് പിന്നെ ഏതായാലും വലിയൊരു മനസ്സുഖമില്ല, ഇവൻ്റെ പെർമിഷനിലല്ലേ, അവൾ കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഇവനിതൊരു തൊഴിലാക്കി. അതായത് ഇവന് വെള്ളം അടിക്കാൻ മേടിച്ചു കൊടുക്കണം, ചിലവിന് എന്തെങ്കിലും പൈസ കിട്ടണം, ചെറിയ വാടകയുള്ള അതും കൊടുക്കാനുള്ള ചെറിയ പൈസ കിട്ടി ഇവൻ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടല്ലോ തുടങ്ങി. അതായത് ഈ കള്ളും കഞ്ചാവൊക്കെ അടിക്കണം അവൻ്റെ നിലവാരത്തിലുള്ള ഓരോരുത്തരാ. എന്തെങ്കിലും പൈസയൊക്കെ അവരെവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്ന് ഇത് നല്ല പാറ്റം ബ്യൂട്ടിഫുൾ പെണ്ണും. പിന്നെ ഇവൾക്ക് പ്രായം കൂടിയ ആൾക്കാരൊക്കെ കൊണ്ടല്ലോ തുടങ്ങി. ഇവനൊരു ബിസിനസ്സാക്കി മാറ്റുക. അപ്പോൾ അവൾ റെസിസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഇവളുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ട്, അവൾക്ക് എറണാകുളം സിറ്റിയിൽ ഫ്ലാറ്റൊക്കെ ഉണ്ട്. ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റി മകളുടെ വീട്ടിൽ വരണതാണ്. ഇവളുമായിട്ട് നല്ല കമ്പനിയായെന്ന് പറഞ്ഞാൽ ആൻറ്റി വേറൊരു ടൈപ്പ് ആളാണ്, അത് ഞാൻ പിന്നെ പറയാം. ആൻറ്റി ഇവളോട് കാര്യങ്ങളൊക്കെ ചിക്കിച്ചകഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഇവള് പറഞ്ഞ
കാരണം ഇപ്പം പണിക്ക് പോകില്ല, എങ്ങനെ മോളെ ജീവിതം കഴിയണമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നെ ആൾക്കാർ ഇടയ്ക്കൊക്കെ വരണേ ഇവർ കണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്നറിയാം, നീ എന്തിനാ, അപ്പോൾ ഈ പെണ്ണിൻ്റെ അഭിപ്രായം എന്താണെന്നാ, ഇവൾക്ക് സെക്സിന് താല്പര്യമുണ്ട്. അത് ഈ ആൻറ്റിനോട് തുറന്ന് പറഞ്ഞു, ആൻറ്റി സെക്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഇവൻ ആരെങ്കിലും കൂതറകളാണ് ഈ കൊണ്ടുവരണത്. എന്നിട്ട് ഭക്ഷണം കിട്ടും, എന്തെങ്കിലും പോക്കറ്റ് മണി അവന് കൊടുക്കും, വാടകയൊക്കെ കൊടുത്ത് അവൻ കുടിച്ച് പൂസായി വന്ന് രാത്രി കിടക്കും. ഇതൊരു ജീവിതം എനിക്ക് മതിയായി. അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞ് പ്രേമമൊക്കെ അത്ര തന്നെ ഉള്ളൂ, നല്ല ആൾക്കാരെ ഒത്തു കിട്ടണം. പ്രേമത്തിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരാൾ നന്നാവണം, ക്ഷമയെ കാണിക്കണം, എന്നാലേ പ്രേമം സക്സസ് ആവുള്ളൂ. അപ്പോൾ ആൻറ്റി ഇതൊക്കെ കേട്ട് സെക്സിന് താല്പര്യമുണ്ടെന്ന് ആൻറ്റിക്ക് മനസ്സിലായി. ഇവളാണെങ്കിൽ മറ്റൻ തിരക്കുവാണ്. ആൻറ്റി ലാസ്റ്റ് പറഞ്ഞ്, നീ ഇനിയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്, കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം നരകവും. നീ അവനെ നിൻ്റെ ലൈഫിൽ നിന്ന് ഓടിക്കണം, നിനക്കിനി വീട്ടിൽ പോകാൻ പറ്റില്ല. ഏതായാലും നീ കൊടുക്കണം, ഈ കൂതറകൾക്ക് കൊടുത്ത് നിൻ്റെ സാധനം നാശമാക്കണ്ട. നീ അവനെ തീറ്റിപ്പെട്ട, നിന്നോട് സ്നേഹമുള്ള ഒരുത്തനാണെങ്കിൽ അവന് ഈ ആദ്യം തെണ്ടിത്തരത്തിന് നിൽക്കില്ല. സ്വന്തം ഭാര്യനെ കൂട്ടി കൊടുത്തിട്ട് കള്ളു കുടിച്ച് ആ പൈസയും കൊണ്ട് കള്ളു കുടിച്ച് ഭക്ഷണം കഴിച്ച് നടക്കണം, ഭർത്താവ് എന്നല്ല അവനെ പറയാം, കൂട്ടിക്കൊടുപ്പുകാരെന്നാ. നീ അവനെ ഒഴിവാക്കാൻ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത്. ഇവിടെ ഒരു ദിവസം പറഞ്ഞ്, ഞാനിനി നിൻ്റെ ഒപ്പം താമസിക്കില്ല. ഈ ആൻറ്റി ഇവളെ പിക്ക് ചെയ്ത്, ആൻറ്റിയുടെ ഉദ്ദേശം വേറെ. ആൻറ്റി പിക്ക് ചെയ്തപ്പോൾ ആൻറ്റി കാര്യങ്ങൾ പറഞ്ഞു, നീ ഏതായാലും കൊടുക്കുകയാണ്, നിനക്ക് സെക്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്ത് നിനക്ക് നല്ല VIP-കളാണ്, നല്ല സെൻറ്റും മണക്കണം, കോടീശ്വരന്മാരെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് നിനക്ക് മുട്ടിച്ചു തരാം, നിൻ്റെ ജീവിതം സക്സസ് ആവും, നിനക്ക് സ്വന്തം വീടുണ്ടാവും. ഏതായാലും നീ ഇതിൽ പെട്ട്, ഇത് നീ അത്ര വലിയ പുണ്യാളത്തിയൊന്നുമല്ല, അപ്പം നീ പോകുമ്പോൾ നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള റൂട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ആൻറ്റി തെളിച്ച വഴി പെണ്ണ് പോയി. പിന്നെ അവളുടെ ജീവിതം ഹൈ ലെവലായി, AC റൂമൊക്കെ ഉള്ള ഫ്ലാറ്റ് വാങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവള് വേശ്യാവൃത്തി നടത്തി. വിദേശത്തൊക്കെ വലിയ മുതലാളിമാരുടെ ഒപ്പം ടൂറ് പോകും 10 ദിവസത്തിനൊക്കെ, അതിനൊക്കെ നല്ല എമൗണ്ട് കിട്ടും. കാരണം ഈ മുതലങ്ങനെ ഉണ്ട്. ഇവൻ വെള്ളം അടിച്ച് അവൻ്റെ ഒപ്പം ജീവിച്ച് വെച്ചെങ്കിൽ ആൻറ്റി ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതാണ്. അതായത് പ്രേമിക്കുമ്പോൾ ഏതെങ്കിലും കൂതറകളെ പ്രേമിച്ച ജീവിതം നായെന്നൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ആ പ്രേമത്തിൻ്റെ മധുരവും ചക്കര ഇതൊക്കെ ഒരു 3 മാസം കൊണ്ടാണ് മാറും. പിന്നെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം, ഭർത്താവ് ജോലിക്ക് പോകണം, ഇപ്പം വെള്ളമടിച്ച് ഭാര്യക്ക് ആണുങ്ങളെ ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ പെണ്ണ് ആ നിമിഷം ആ അവസാന നേരത്തെങ്കിലും ആൻറ്റി വന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഏതായാലും കൊടുക്കും, എന്നാലും മെനക്ക് കൊടുത്തൂടെ. പിന്നെ ഇവൾക്ക് സൗന്ദര്യം കൂടി, ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. പിന്നെ കൂതറകൾക്ക് അവൾ കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇവൾക്ക് സെക്സും താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ ഇവൾക്ക് ചോയ്സ്, സിനിമാ നടന്മാരെ പോലെ മമ്മൂട്ടിയൊക്കെ ആദ്യം വാതിൽമേ മുട്ടി എനിക്കൊരു ചാൻസ് തരുമെന്ന് പറഞ്ഞ സംവിധായകൻ്റെയൊക്കെ കാലിൻ്റെ അടിയിൽ മുട്ടിലഴയും മോഹൻലാലും. പിന്നെ ഇവർ ടോപ്പ് സൂപ്പർ സ്റ്റാറൊക്കെ ആയാൽ പിന്നെ എന്ത് ചെയ്യും, അവർ കഥ കേൾക്കണം, സംവിധായക മുട്ടിലെഴയണം, പ്രൊഡ്യൂസർ എഴയണം. അതേപോലെ ഇവൾക്കും ചോയ്സ്, ആരെങ്കിലും ബുക്ക് ചെയ്ത പണം മാത്രമല്ല മുഖ്യം, ആരോഗ്യവാനായിരിക്കണം, സൗന്ദര്യവാനായിരിക്കണം. അവൾ ജീവിതം ആസ്വദിക്കുകയാണ്. ഇപ്പോഴും അവൾ ഉടഞ്ഞിട്ടില്ല, ഇപ്പോഴും ബിസിനസ് നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രേമം എന്ന് പറഞ്ഞാൽ വെറും ഒരു മായ കാഴ്ചയാണ്. നല്ലവർ തമ്മിൽ പ്രേമിക്കുക, സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏതെങ്കിലും കൂതറിനെ പ്രേമിച്ചാൽ കുടുങ്ങിപ്പോവും.